ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെയാണ് മൗനരാഗത്തില് ആദ്യം തന്നെ വേലുവും അതുപോലെ അമലുവും കൂടിയിട്ട് കിരണിന്റെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ വാതിൽ തുറന്ന് നോക്കുന്ന കല്യാണി ഇവരെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം വായു അകത്തേക്ക് വായു എന്ന് പറഞ്ഞ് ക്ഷണിക്കുകയാണ്. അപ്പോഴേക്കും കിരൺ അവിടേക്ക് എത്തുകയാണ്. ഇത് ആരിത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഞങ്ങള് എന്തായാലും ഇവിടേക്ക് വന്നതാണ്. എന്നിട്ട് അമലുവിനോട് വേലു പറയുന്നുണ്ട്, ആ കവറങ്ങ് കൊടുക്കുക അമലു എന്ന് പറയുകയാണ്. അപ്പൊ അത് നമ്മുടെ കല്യാണിക്ക് കൊടുക്കുകയാണ്. അപ്പൊ അത് കല്യാണി ചോദിക്കുന്നത് ഇത് എന്താ എന്ന് ചോദിക്കുകയാണ്. നല്ല ശുദ്ധമായ തേനാണ് ചേച്ചി എന്ന് പറയുന്നുണ്ട്. ഞാൻ എന്തായാലും വേലുവിനോട് തേൻ കൊണ്ടുവരാൻ വേണ്ടി പറയണമെന്ന് വിളിക്കണം വിചാരിച്ചിരിക്കുകയായിരുന്നു എന്നിങ്ങനെ കല്യാണി പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് ഇരിക്കടാ എന്ന് പറയാണ്. അപ്പോൾ എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ടല്ലേ പോകുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ അത് പറ്റില്ല, അമ്മ അവിടെ ഒറ്റയ്ക്കല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട് അമലു. അപ്പോൾ ആ സമയത്ത് അമ്മ ഇങ്ങനെ ഒറ്റയ്ക്കാവാ, മൂപ്പന്റെ ഭാര്യയല്ലേ, മൂപ്പന്റെ വീടാകുമ്പോൾ അവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാകില്ലേ എന്ന് കല്യാണി ചോദിക്കുകയാണ്. അപ്പോൾ അതെ, ഞങ്ങളുടെ രണ്ടുപേരും കൂടി ഒന്നിച്ച് വന്നത് ഞങ്ങൾ കല്യാണം വിളിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുന്നുണ്ട്. ഈ വിഷുവിന് കല്യാണം നടത്താമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്ന് വേലു പറയുന്ന സമയത്ത് നന്നായി, എന്തായാലും ഞങ്ങൾ എല്ലാവരും ആ സമയത്ത് അവിടേക്ക് എത്തും. പിന്നെ നിങ്ങൾക്ക് വേണ്ട ഡ്രസ്സും സാധനങ്ങളൊക്കെ ഞങ്ങളെ വകയാണ് കേട്ടോ എന്നിങ്ങനെ കിരൺ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയം അമല് പറയാണ്, വേണ്ട സാറേ, ഇപ്പം തന്നെ ഒരുപാട് ഡ്രസ്സും ആഭരണങ്ങളൊക്കെ എടുത്ത് തന്നില്ലേ, ഇനി വേണ്ട സാറേ എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാ വേണ്ടാന്ന് പറയാ എന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് വേലു പറയാണ്, എനിക്ക് ഈ തേൻ കുറച്ച് ആൾക്കാർക്കും കൂടി കൊടുക്കാനുണ്ട് സാർ, എന്തായാലും ഇനി ഇങ്ങനെ വിൽക്കണില്ല, പറഞ്ഞവർക്ക് കൊണ്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ നിന്നെ ഞാനെന്നാ കൊണ്ടുവന്നാക്കാട എന്ന് പറയുന്നുണ്ട്. വേണ്ട സാറേ, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം എന്ന് പറയുകയാണ്. അങ്ങനെ ആ സമയത്ത് വേലു കിരണോട് പറയുകയാണ്, സാർ ഒന്ന് പുറത്തേക്ക് വന്നേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും സംസാരിക്കാൻ വേണ്ടി പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആ സമയം കല്യാണി അമലുവിനോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് അമലു ജീവിതമൊക്കെ എന്ന് ചോദിക്കുമ്പം നല്ലതാണ് ചേച്ചി, കുഴപ്പമൊന്നുമില്ല, നല്ല സമാധാനമുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നീ അവനെ നല്ല രീതിയിൽ സ്നേഹിക്കണം. ഗംഗ എന്ന് പറയുന്നവനെ നീ പട്ടണത്തിൽ നിന്ന് പഠിപ്പുള്ളവരെ സ്നേഹിക്കുന്ന കൂട്ടത്തിലായിരുന്നു. ആ തെറ്റിദ്ധാരണയൊക്കെ ഇപ്പം മാറ്റിയെടുക്കണം. അവൻ നല്ലൊരു ചെറുക്കനാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്തോ ഒരു കുറ്റബോധം പോലെ ചേച്ചി മനസ്സിൽ, ഞാൻ വേലുവേട്ടനെ ചതിക്കുകയാണോ എന്നൊരു തോന്നൽ എന്ന് പറയുന്ന സമയത്ത് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട നീ എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുകയും നിനക്കിപ്പോൾ എങ്ങനെയുണ്ട് സമാധാനം ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഒരു കുഴപ്പമില്ല ചേച്ചി, ഇവിടെ വന്നതിന് ശേഷം മനസ്സിന് നല്ല സമാധാനമുണ്ട്, അത് അപ്പോഴേ ആ വിഷമങ്ങളൊക്കെ മാറി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ വേലു കിരണിനെ മാറ്റി നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, സാറേ പോലീസ് എങ്ങാനും അവൻ്റെ ആ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അന്വേഷണം എങ്ങാനും വന്നായിരുന്നു എന്ന് ചോദിക്കുകയാണ്. വേലു വന്നായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് എന്തായി എന്ന് ചോദിക്കുകയാണ്. അയാളെ ഒരു CI ഇപ്പൊ പുതിയത് ചാർജ് എടുത്തതാണ്, അയാളെ ഒരു നിലയ്ക്കും പിടിച്ചാൽ കിട്ടില്ല, അയാൾ സത്യസന്ധമായി വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഇവിടേക്കൊക്കെ വന്നിരുന്നു. പിന്നെ CCTV ഒക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ വന്നതും നമ്മളെ ഇവിടേക്ക് കാറ് കൊണ്ടുവന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കണ്ടെത്താൻ സാധിക്കും. ഒരു പക്ഷേ പിടിക്കാനുള്ള സാധ്യതയുമുണ്ട്. നമ്മൾ എന്തായാലും അവൻ്റെ ബോഡി മറവ് ചെയ്തത് തെറ്റായിപ്പോയി, അവനെ തല്ലിച്ചതച്ചിട്ടതിന് ശേഷം കൊണ്ടു കൊടുക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ പോലീസിനെ വിളിച്ചു വരുത്തേണ്ടതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ വേല് പറയണം, അയ്യോ ചതിക്കല സാറേ എന്ന് പറയാണ്. ഇല്ലടാ, ഞാൻ നിന്റെ പേരൊന്നും പറയില്ല എന്ന് പറയുന്നുണ്ട് കിരൺ. അയ്യോ അങ്ങനെയല്ല, സാറിന്റെ പേര് പറയരുത്, സാറ് പിടികൊടുക്കരുത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പിടികൊടുത്തോളാം എന്ന് വേലു പറയുകയാണ്. അങ്ങനെ നീ പിടികൊടുക്കണ്ട, നിനക്കൊരു ജീവിതം ഇപ്പം ഉള്ളതാണ്, ആ പെൺകുട്ടിയെ വിശ്വസിച്ച് നിന്റെ കൂടെ ഉള്ളതല്ലേ, അപ്പം അതുകൊണ്ട് അതൊന്നും ചിന്തിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ എന്തായാലും എന്നാൽ പോയിട്ട് വരാമെന്നും പറഞ്ഞ് വേലു ആ തേനിൻ്റെ കവറുമായിട്ട് അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ അവൻ പോകുന്ന സമയത്ത് തിരിച്ച് തേനൊക്കെ കൊടുത്ത് തിരിച്ച് വീട്ടിലോട്ട് വരികയാണ്, കിരണിൻ്റെ വീട്ടിലോട്ട്. അങ്ങനെ ആ സമയത്ത് പോലീസ് ജീപ്പ് ഇവൻ്റെ വട്ടം വെക്കുകയാണ്. എന്നിട്ട് എവിടേക്കാടാ എന്ന് ചോദിക്കുന്നുണ്ട് CI. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ തേൻ കൊടുക്കാൻ പോയതാണ് സാറേ എന്ന് പറയുന്നത്. തേനോ എന്ന് ചോദിച്ചിട്ട് ആ വണ്ടിയിൽ നിന്നും CI ഇറങ്ങുകയാണ്. അപ്പോൾ എന്ത് തേനടാ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് ശുദ്ധമായ നാടൻ തേനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിൻ്റെ വീട് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ പുഴ കടന്ന് അക്കരെ കാടിലാണ് എൻ്റെ വീട് എന്ന് പറയുന്നതിൻ്റെ പേരെന്താന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേലു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അല്ല വേലായുധൻ എന്ന് പറയുകയാണ്. ഓ അത് ശരി, നീ ഇപ്പം എങ്ങോട്ടാ പോകുന്നത്? കിരൺ സാറിൻ്റെ വീട്ടിലോട്ടാണ് എന്ന് പറയുന്നുണ്ട്. കിരൺ സാർ എന്ന് പറയുന്നത് RS കൺസ്ട്രക്ഷൻ്റെ MD അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അതേ സാറേ എന്ന് പറയുന്നുണ്ട്.
അത് ശരി. ഇപ്പം എനിക്ക് മനസ്സിലായി. എന്തായാലും നീ ഒന്ന് സ്റ്റേഷൻ വരെ ഒന്ന് വന്നേന്ന് പറയുന്നുണ്ട്. എന്തിനാ സാറേ എന്ന് ചോദിക്കുകയാണ്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാറേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നീ തെറ്റ് ചെയ്തോ ചെയ്തില്ലെന്ന് ഞാൻ പിന്നീട് തീരുമാനിക്കും. നീ ഒന്ന് വാട കയറടാ എന്നും പറഞ്ഞ് പിടിച്ച് വലിച്ച് നമ്മുടെ വേലുവിനെ ആ ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുകയാണ് ആ CI. അങ്ങനെ അവൻ പിന്നെ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ CI അവൻ അവിടെ നിർത്തിയിട്ട് ചോദ്യം ചെയ്യുകയാണ്. അവൻ CI ചോദിക്കുന്നുണ്ട്, അല്ല നീ ഇപ്പോൾ ഈ തേൻ എവിടേക്കാണ് കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോൾ കാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അല്ല നിന്റെ കാട്ടിലല്ലേ ആയിരുന്നു കുറച്ച് നാൾ ഈ ഗംഗപ്രസാദ് എന്ന് പറയുന്ന ആൾ എന്ന് പറയുമ്പോൾ അതെ സാറേ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വേദനയൊക്കെ തന്നിട്ടാണല്ലേ അവൻ പോകുന്നത്. അതെ എൻ്റെ മാമനെ അവൻ കൊന്നിട്ടാണ് അവിടെ നിന്നും പോകുന്നത്. അപ്പോൾ നിനക്ക് അവനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ ഉണ്ടായിരുന്നു. അന്ന് എൻ്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഒരുപക്ഷെ ഞാൻ അവനെ കൊന്നു കളഞ്ഞേനെ എന്നിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിന്റെ കയ്യിൽ കിട്ടിയായിരുന്നു എന്ന് ചോദിക്കുകയാണ്. ഇല്ല സാറേ എൻ്റെ കയ്യിലൊന്നും കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ അവൻ എവിടെ പോയി? അവനെ കാർത്തികയുടെ കല്യാണത്തിൻ്റെ അന്ന് ഹാളിലേക്ക് അവൻ വന്നായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ കണ്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് താലി കെട്ടുന്ന സമയത്ത് നിങ്ങളെ ഒന്നും അവിടെ കണ്ടില്ലല്ലോ. അപ്പോൾ നിങ്ങൾ എവിടേക്കാണ് പോയതെന്ന് ചോദിക്കുമ്പോൾ ഗംഗപ്രസാദിൻ്റെ ഭീഷണി ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തൊക്കെ നല്ലോണം നിരീക്ഷിക്കുകയായിരുന്നു സാറേ, അല്ലാതെ ഞങ്ങൾ അയാളെ കണ്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നീ പറയുന്നതൊക്കെ ഞാൻ അങ്ങോട്ട് വിഴുങ്ങുന്നില്ല, എന്തായാലും നീ ഇപ്പം തൽക്കാലം പൊക്കോ എന്ന് പറയുകയാണ്. ഗംഗപ്രസാദുമായിട്ടുള്ള അന്വേഷണം മുറുകുമ്പോൾ എന്തായാലും ആരൊക്കെ പിടിക്കപ്പെടാമെന്ന് അറിയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ വേലുവിനെ ആ CI അവിടെ നിന്നും പറഞ്ഞയക്കുകയാണ്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു കോൺസ്റ്റബിളിനോട് പറയുന്നുണ്ട്, അവൻ ആരെ കാണുന്നു എന്ന് താൻ പോയി നിരീക്ഷിക്കണം, അവൻ്റെ പുറകെ പോകണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം നമ്മുടെ വേലു പോകുന്നത് കിരണിൻ്റെയും അതുപോലെ രതീഷിനെയും കാണാനാണ്. അങ്ങനെ അവരോട് പോലീസ് കൊണ്ടുപോയതും ചോദ്യം ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ ആ സമയത്ത് കൂടുതലായിട്ടും ചോദിച്ചത് കാടിനുള്ളിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അയാൾക്ക് എന്തൊക്കെയോ സംശയം ഉള്ളത് പോലീസ് എന്ന് പറയുന്നുണ്ട്. അപ്പം രതീഷ് പറയുന്നുണ്ട്, അത് ശരി, നിങ്ങൾ രണ്ടാളുടെ അരികിലേക്ക് പോലീസ് വന്ന സ്ഥിതിക്ക് ഇനി എന്തായാലും എൻ്റെ അരികിലേക്കായിരിക്കും വരിക എന്ന് രതീഷ് പറയുകയാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല സാറേ, ഞാൻ ആ കേസ് ഏറ്റെടുത്തോളാം, എനിക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നമില്ല എന്നിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഏറ്റെടുക്കണ്ട, തൽക്കാലം നിങ്ങളവിടെ മിണ്ടാതിരുന്നാൽ മതി, നമുക്ക് നോക്കാം അയാളുടെ അന്വേഷണം എവിടം വരെയും പോകുമെന്ന്. എന്തായാലും അയാൾ കൈക്കൂലി വാങ്ങിക്കാത്ത ഒരാളായതുകൊണ്ട് മുകളിലുള്ളവർക്കൊന്നും കൈക്കൂലി കൊടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ അവരവിടെ നിന്നും പോകുന്ന സമയത്ത് ഈ രതീഷിനെ തന്നെ നോക്കിയിട്ട് ആ കോൺസ്റ്റബിൾ നിൽക്കുകയാണ്. രതീഷ് ആ കോൺസ്റ്റബിളിനെ കാണുമ്പോൾ ആകെ ഒന്ന് പേടിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ ഈ കോൺസ്റ്റബിൾ ചെന്നിട്ട് CIയുടെ SIയോടും കാര്യങ്ങളൊക്കെ പറയുകയാണ്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ ഈ CI വീണ്ടും നമ്മുടെ ലക്ഷ്മി അമ്മയുടെ കാർത്തികയുടെയും വീട്ടിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ വാതിൽ തുറക്കുന്നത് ലക്ഷ്മി അമ്മയാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ CI ആണ് മാർട്ടിൻ എന്ന് പറയുന്നുണ്ട്. സാർ അകത്തേക്ക് കയറിയിരുന്നാലും എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വിളിച്ച് അവിടെ ഇരുത്തുകയാണ്. അപ്പോൾ എന്താ സാറേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗംഗപ്രസാദിനെ സംബന്ധിച്ച ഒരു കേസുമായി ബന്ധപ്പെട്ട് ഞാൻ അന്വേഷണത്തിന് വന്നതാണ്. അപ്പോഴേക്കും അവിടേക്ക് കാർത്തിക വരുന്നുണ്ട്. അപ്പോൾ കാർത്തിക വരുമ്പോൾ അവിടെ വന്നിരിക്കുകയാണ്. ഇതാണല്ലേ നിങ്ങളുടെ മകൾ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയുന്നുണ്ട്. ഈ മകളുടെ കല്യാണത്തിന് ആ ഗംഗപ്രസാദ് അവിടേക്ക് എത്തിയായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇല്ല സാറ് അറിയില്ല എന്ന് പറയുന്നുണ്ട്. എന്നാലേ അവിടേക്ക് എത്തി എന്നുള്ള തെളിവ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നിങ്ങനെ പോലീസ് പറയുന്ന സമയത്ത് നമ്മുടെ ഇവള് കാർത്തിക ഒന്ന് പേടിക്കുന്നുണ്ട്. കാർത്തിക ഞെട്ടലോട് കൂടി ഇരിക്കുകയാണ്. ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.